ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആരതിയും സന്ധ്യ ചേച്ചിയും തമ്മിൽ പൊരിഞ്ഞു യുദ്ധം നടക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇവർ കാരണം മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരതി, ദേ വേണിക്ക് വേണ്ടിയല്ലേ മോളെ, നീ ഒന്ന് ക്ഷമിക്കേ. അമ്മയുണ്ട്, അമ്മയുടെ ഒരു വേണിമോളുണ്ട്. ബാക്കിയുള്ള ആരും അമ്മയ്ക്ക് ഒരു വിഷയമേ അല്ലല്ലോ. കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്, എന്തൊരു കഷ്ടമാണെന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആരതി ചവിട്ടിത്തുള്ളി അങ്ങ് പോയി. അപ്പം വേണി ഇതെല്ലാം കേട്ടിട്ട് വേണി നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അതെ വേണിമോളെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. സന്ധ്യയുടെ ജോലികൾ ഇപ്പം തന്നെ കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരതിക്ക് ആഹാരം ഉണ്ടാക്കിക്കോളാം. നന്ദിനി ചേച്ചി, എൻ്റെ പാചകം ഉണ്ടല്ലോ, അത് പെട്ടെന്നൊന്നും കഴിയില്ല. ഒരു 1-2 മണിക്കൂർ പിടിക്കൂട്ടോ. അതെ, ഇതൊക്കെ കടും പ്രയോഗങ്ങളാ, കിണ്ണം കാച്ചിയ സാധന, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ അങ്ങ് പോവാണ്. ഈ അച്ഛൻ ഏത് നേരത്താണോ ഇതിനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാൻ തോന്നിയത്, മനുഷ്യൻ്റെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനമൊക്കെ ഇല്ലാണ്ടാക്കാൻ എന്ന് പറഞ്ഞ് വേണിയും ദേഷ്യപ്പെട്ട് അങ്ങ് കയറിപ്പോവാണ്. അപ്പോൾ ആദർശ് മേളിരിപ്പുണ്ട്. ആദർശിനടുത്തേക്ക് ചെല്ലുന്നത്. ആൾ ഭയങ്കര കലിപ്പിലാട്ടോ ചെല്ലുന്നത്. ആദർശേട്ടാ, ദേ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഫുള്ള് നമ്മുടെ കൈവിട്ട് പോകട്ടോ. ഹോം നേഴ്സില്ലേ, അവർ എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്യണം. അല്ലെങ്കിലേ അവരെ പാക്ക് ചെയ്തില്ലെങ്കിൽ അവരൊരാൾ കാരണം നമ്മൾ 2 പേരും ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ശത്രുവായി മാറും. എന്താ ഉണ്ടായത്, നീ ഒന്ന് തെളിച്ച് പറ വേണി. എൻ്റെ പൊന്നെ, ഇവിടെ ആരതിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് ഇടയ്ക്ക് കളിയായിട്ടും ഇടയ്ക്ക് കാര്യമായിട്ടും ആരതി നമ്മളോട് പറയാറില്ലേ. നമ്മുടെ നന്ദിനിയമ്മേ, ഇന്ന് ആരതിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഹോം നേഴ്സ് ചേച്ചി അവിടെ ചെന്ന് എൻ്റെ പേരും പറഞ്ഞ് ഫുള്ള് കൊളാക്കിട്ടോ. ആ പാവം ആരതി, അവൾ പിണങ്ങിയാട്ടോ പോയത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നീ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. എൻ്റെ പൊന്നാദർശേട്ടാ, അവരെ നമ്മുടെ അച്ഛൻ വിട്ട ടീമല്ലേ, അവരോട് ഞാനൊന്നും പറയണില്ല എന്നാ ആരതി നന്ദിനിയമ്മയൊക്കെ പറയണത്. ആ വാഷൗട്ട് പെണ്ണുമ്പിള്ളയോട് മര്യാദയ്ക്ക് വീട്ടിൽ നിൽക്കണമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞാൽ പോയാൽ അവരങ്ങനെയാ അവരിങ്ങനെയാന്നൊക്കെ ആ ഹോം നേഴ്സ് ചേച്ചി ആകെ കോളാക്കും. എൻ്റെ പൊന്നോ ആദർശേട്ടാ, എങ്ങനെയെങ്കിലും അവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റൂട്ടോ. അന്ന് ചെയ്തതുപോലെ ഒരു ഓപ്പറേഷൻ ഹോം നേഴ്സ് ചേച്ചി ചെയ്താലോ. ദേ ആദർശേട്ടാ, നമ്മുടെ ലൈനിൽ കൂടെ അവർ കയറി വന്നാലേ എല്ലാം കയ്യിൽ നിന്ന് വിട്ടു പോകട്ടോ. അതെ, എനിക്കൊരു ഗർഭവും ഇല്ല ഗുന്തവും ഇല്ല എന്ന് ഞാൻ ആ ഹോം നേഴ്സ് ചേച്ചിയുടെ മുഖത്ത് നോക്കി അങ്ങ് പറയാൻ പോവാം. അതായിരിക്കും ഇപ്പോൾ അവസാനം സംഭവിക്കാൻ പോണത്. വേണി, നിൻ്റെ വായിന്ന് അങ്ങനെ ഒരു അബദ്ധം വീണു പോയാ ആ നിമിഷം നിൻ്റെ അച്ഛനെ അവരറിയിക്കും. പിന്നെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ മാത്രമേ നീ അങ്ങനൊരു മണ്ടത്തരം കാണിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, ഈ മരണത്തെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക? ശരി, ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ഗൗരിയോടും ശങ്കറിനോടും ഒന്ന് തുറന്നു പറഞ്ഞാലോ? എന്താ, അവർക്ക് ചിലപ്പോൾ എന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. എന്തു പറയുന്നു? അവർക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ, വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല. എന്താ വേണി, അങ്ങനൊരു വഴി നമുക്ക് പരീക്ഷിച്ചാലോ? ഏട്ടൻ ഇത് കേൾക്കുമ്പോൾ തന്നെ അത് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. ശങ്കർബായുടെ ദേഷ്യം ഇതുവരെ ആദർശേട്ടൻ കണ്ടിട്ടില്ലല്ലോ. പക്ഷേങ്കിൽ എനിക്കിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്യും, അത് ഉറപ്പ് കേസാ. പക്ഷേങ്കിൽ ഒരു ധൈര്യം ഉണ്ട് കേട്ടോ, ഗൗരി കൂടെ ഉണ്ടെങ്കിലേ അവൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഏട്ടനെ മനസ്സിലാക്കിക്കോളും. അതാ ഒരു പിടി. ആദർശേട്ടാ, ഇത് തന്നെയാട്ടോ ബെസ്റ്റ് വഴി. അതുകൊണ്ട് നമുക്കെന്തായാലും അവരോട് എല്ലാ കാര്യങ്ങളും ഏട്ടനോടും ഗൗരിയോടും തന്നെ തുറന്നു പറയാം. എന്തേ? അവസാനം ഇവരത് തീരുമാനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് വന്നാലും അത് പറട്ടെ എന്നുള്ള മട്ടില്ല. പിന്നെ കാണുന്നത് ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി ദേ സാരിയും ഇതൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കർ കയറി വരണത്. ശങ്കർ, വേണി വിളിച്ചിരുന്നോ? എന്നെയോ? ഇല്ല, വേണിമോൾ എന്തിനാ വിളിക്കുക? എന്താ ഗൗരി, അവിടെ എന്തെങ്കിലും വിഷയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊന്നും വേണി പറഞ്ഞില്ല. പക്ഷേ നമ്മളെ 2 പേരെയും അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ട് കാണണമെന്നോ? അതിനുള്ള കാരണം എന്താണെന്ന് നീ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ നേരിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. എന്ന് കാണണമെന്നാണ് പറഞ്ഞത്? നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലേക്ക് ചെല്ലണ്ടെന്നും പറഞ്ഞു. അതെന്താ വീട്ടിലേക്ക് ചെല്ലണ്ടെന്നോ? അതെന്താ ഇപ്പം അങ്ങനെ? പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മതിയെന്ന് പോലും.
വേണി അങ്ങനെ പറയണമെങ്കിൽ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ. അതെന്തായിരിക്കും? എനിക്കും അങ്ങനെ തന്നെയാണ് ശങ്കർ തോന്നിയത്. നിനക്ക് നമ്മുടെ നന്ദിനിയമ്മയെ വിളിച്ചെന്ന് ചോദിക്കായിരുന്നില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ദിനിയമ്മ പറയില്ലേ? വേണ്ട, നമുക്ക് നാളെ തന്നെ എന്താണെങ്കിലും വേണിയും ആദർശേട്ടനെയും കാണണം. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കട്ടെ. അതിനുശേഷം വേണമെങ്കിൽ അമ്മയോട് സംസാരിക്കാം. നാളെ തന്നെ പോണോ? ആ, പോണം. നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്തോ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും വേണി ഇങ്ങനെ വിളിക്കില്ല എന്നുറപ്പാണ്. ആ ധ്രുവൻ്റെ കാമുകി ശിവാനി തിരുവനന്തപുരത്തുണ്ടെന്നല്ലേ അജിത്തും ജോജുവും പറഞ്ഞത്? ഏതായാലും നാളെ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ശിവാനിയും കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്ന് ശങ്കർ ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആൾ സന്തോഷത്തിൽ വെച്ച് താമസിപ്പിക്കേണ്ട കേട്ടോ. നാളെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. ഇതെന്താ ശങ്കർ പെട്ടെന്നൊരു മാറ്റം? അല്ല, നമ്മളെ കാണണമെന്ന് ആ അളിയൻസും വേണിമോളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ സീരിയസ് ആയ ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞത്. നമുക്ക് നാളെ വെളുപ്പിനെ തന്നെ വിടാം. ഞാൻ നാളെ വരുന്നുണ്ടെന്ന് വേണിക്ക് മെസ്സേജ് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് വേഗം ഗൗരി ഫോൺ എടുത്തിട്ട്, ആ വേണി, ഞങ്ങൾ നാളെ വരുന്നുണ്ട് കേട്ടോ. എവിടെ വെച്ച് കാണണം എന്നുള്ള ലൊക്കേഷൻ നീ എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ശങ്കറിൻ്റെ ഫോണിലേക്കോ അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും ടൈപ്പ് ചെയ്തിട്ടു. അപ്പം ശങ്കു വേറെ കണക്കൂട്ടില്ല. ഇത് എന്താണെങ്കിലും എൻ്റെ വടക്കുനാഥ, നാളെ ശിവാനിയെ കാണാൻ പറ്റിയാൽ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സംശയത്തിന് എനിക്കൊരു ഉത്തരം കിട്ടും കേട്ടോ. സഹായിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് നമ്മുടെ ശങ്കുവും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ അത് ഗൗരിയും ശങ്കറും അങ്ങോട്ട് പുറപ്പെട്ടു. വേണിയും ആദർശും അവരെ കാത്ത് ഇങ്ങനെ ഒരു മലമുകളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവർ വരുന്നത്. രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ദേണ്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആഹാ, ഇതെന്താ നിങ്ങൾ രണ്ടുപേരും? അളിയൻസേ വേണിമോളെ, അല്ല നിങ്ങൾ എന്തിനാ വീട്ടിൽ വെച്ച് കാണണ്ടെന്ന് പറഞ്ഞത്? ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? നീ ബുദ്ധിമുട്ടി അളിയൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ഒന്നും മിണ്ടണില്ല. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ കഴിയാത്ത എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വേണിക്കും ആദർശേട്ടനും പറയാനുള്ളത് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങ് വന്നത്. ഹൈ, അത്രയ്ക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യമുള്ളത്? പറയ, നിങ്ങളെന്താ മിണ്ടാത്തത്? ഗൗരി, ഇതെന്താ ഇവർ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുന്നത്? എന്താണാവോ? ആദർശേട്ടാ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അവൻ മിണ്ടുന്നില്ല. വേണി, എന്താണെങ്കിലും നീ ധൈര്യമായിട്ടൊന്ന് പറയ. അത് പിന്നെ എന്ന് പറഞ്ഞ് ആദർശം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ, അല്ല അത് ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞ വേണി. മറ്റൊന്നുമല്ല, പക്ഷേ ഏട്ടനും ഗൗരിക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ പന്തികേടാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം നിങ്ങളൊക്കെ കരുതുന്നത് പോലെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ധൈര്യമായിട്ട് പറ വേണി എന്ന് പറഞ്ഞവർ. ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർ ഞെട്ടിപ്പോയി. അപ്പം ശങ്കറിനാണ് ആദ്യം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത പോലെ ആയിപ്പോയത്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുകയാണ്. ഒരടി വേണി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ശങ്കർ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ആദർശിൻ്റെ മുഖത്തേക്കും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിട്ട്, നീ എന്തുട്ടാ വേണിമോളെ പറയണത്? ഗർഭിണി അല്ലാന്നോ? നീ എന്താ വേണിമോളെ, നീ തുമ്പ തമാശ പറയാം? തമാശയൊന്നും അല്ല ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യമായിട്ടാ പറയണത് എന്ന് പറഞ്ഞു. ഞാൻ ഗർഭിണിയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ഗർഭിണിയായിരുന്നു എന്ന് എല്ലാവരോടും ഞാൻ കള്ളം പറഞ്ഞതാ. നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചു. ആദർശേട്ടനും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കായിരുന്നോ എന്ന് ചോദിച്ചു ഗൗരി. ഏയ് അല്ലട്ടോ, ഇതിലെ ആദർശേട്ടന് യാതൊരു ഭാഗത്തു തെറ്റുമില്ല. എല്ലാം എൻ്റെ തന്നെയാ. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഇങ്ങനെ സംഭവിച്ചു പോയെന്നോ? എന്തൊക്കെയാ നീ പറയണത്? എന്ത് വിവരക്കേടാ വേണി ഈ പറയുന്നത്? ഗർഭമുണ്ടെന്നൊക്കെ ആരെങ്കിലും കള്ളം പറയുമോ? ശങ്കർ പ്ലീസ്, വേണിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കട്ടെ. ഇനി ഒരു തേങ്ങയും കേൾക്കണ്ട. ഇവളിനി ഒന്നും പറയാൻ വേണ്ട എന്ന് പറഞ്ഞ് ശങ്കർ വേഗം പിണങ്ങി പോകാൻ തുടങ്ങുകയാണ്. ഏട്ടാ പ്ലീസ് ഏട്ടാ എന്ന് പറഞ്ഞു. വേണിമോളെ, നീ ഒരു അക്ഷരം മിണ്ടരുത് കേട്ടോ. നിൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കാൻ നമ്മുടെ അച്ഛൻ എന്തുമാത്രം കാത്തിരിക്കുകയാണെന്ന് നിനക്കറിയാലോ. എന്നിട്ട് നീ നമ്മുടെ അച്ഛൻ മാത്രമല്ല, ശ്യാം സാറിൻ്റെ വീട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴാണോ നീ ഈ പടി ഒപ്പിച്ചത്? ഇവരെയൊക്കെ പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ വേണിമോളെ?
എന്നിട്ടാണോ നീ ഈ ചെയ്തതിന് ഒരിക്കലും നിന്നോടാരോ ക്ഷമിക്കുമെന്ന് കരുതണ്ട കേട്ടോ. അപ്പോൾ ഇത് ശങ്കർ ചൂടാകുകയാണ്. വേറെ ആരൊക്കെ വേണിയോട് ക്ഷമിച്ചില്ലെങ്കിലും വേണിയോട് ക്ഷമിക്കാൻ ശങ്കർ തയ്യാറാവണം. ഗൗരി, നീ ഇവക്ക് കൂട്ടു നിൽക്കുമൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ വലിയ നാത്തോൽ സ്നേഹമൊന്നും ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. വേണിയെ കുറ്റപ്പെടുത്താൻ ശങ്കറിന് എങ്ങനെ കഴിയും എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ ഇങ്ങനെ തിരിഞ്ഞിരിക്കാം. ഇതേ തെറ്റ് ശങ്കറും ചെയ്തിട്ടില്ലേ? പറയേ, എന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തില്ലേ? ഗർഭിണി അല്ലാന്ന് തുറന്നു പറയാൻ ഞാൻ എത്ര തവണ ശ്രമിച്ചു. പക്ഷേങ്കിൽ അന്ന് ശങ്കർ അതിന് സമ്മതിച്ചോ? ഇല്ലല്ലോ. അന്ന് സാഹചര്യം അതായിരുന്നു. ആ, വേണിയുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ അവളുടെ കൂടെ നിൽക്കുക ചെയ്യേണ്ടത്. വേണി ശങ്കറിൻ്റെ പെങ്ങളായതുകൊണ്ടല്ല ഞാൻ വേണിക്കൊപ്പം നിൽക്കണം എന്ന് പറയുന്നത്. ശങ്കറും ഇതേ തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരേ തെറ്റിന് ആണിനും പെണ്ണിനും രണ്ട് നിയമം പാടില്ലല്ലോ. അതല്ലേ ശരി എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കറിന് മിണ്ടാൻ പറ്റില്ല. ശങ്കർ നമ്മളെ സഹായിക്കും എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ആദർശേട്ടനും വേണിയും എല്ലാ സത്യവും നമ്മളോട് തുറന്നു പറയാനായിട്ട് തയ്യാറായത്. അപ്പോൾ നമ്മളെ വിശ്വസിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഗൗരി, നീ ശരിക്കും വക്കീലാവണ്ട കേട്ടോ. ഉത്തരം മുട്ടിക്കാന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചൊരു ഡയലോഗ് പോലും പറയാൻ പറ്റില്ലല്ലോ. വേണി, നീ കള്ളം പറയാനുള്ള സാഹചര്യം എന്താണ്? അതിപ്പം ഞങ്ങൾക്കറിയണം. ആദർശേൻ്റെ ഓഫീസിലെ ശിവരഞ്ജിനി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലായിരുന്നോ? ശിവരഞ്ജിനിയെക്കുറിച്ച് ഞാൻ ഓഫീസിലെ കാര്യം അന്ന് ആശുപത്രി വെച്ച് പറഞ്ഞില്ലേ? അന്ന് നിങ്ങൾ ഏട്ടനും ഗൗരിയും കൂടി അവളെ കാണാൻ പോയിരുന്നല്ലോ. മനസ്സിലായി. അവളെ ആദർശേട്ടനും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിച്ചു. എന്തൊട്ട് ബന്ധം? അവർ തമ്മിൽ പ്രേമാണെന്നാണ് ഞാൻ കരുതിയത്. അയ്യോ, എൻ്റെ പൊന്നു വേണിമോളെ, ഈ പാവ അളിയൻസിനെ നീ സംശയിച്ചാ? അതെ ഏട്ടാ. പിന്നെ ഏട്ടൻ്റെ ഈ പാവ അളിയൻസേ അത്ര മോശമൊന്നും അല്ല കേട്ടോ. വേണി, അവക്കാ എന്നോട് പ്രേമം. എനിക്കവളോട് യാതൊരു പ്രേമവും ഇല്ല. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു? അതെനിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ അപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത്. എന്നിട്ടാണോ? അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുക. ശരി, എന്നിട്ട് ആ വാശിക്കാട്ടോ ഞാൻ ഗർഭിണിയാണെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞത്. പക്ഷേങ്കിൽ ആദർശേട്ടൻ വെറും പാവമാണെന്നും ആദർശേട്ടൻ പറയുന്നതൊക്കെ സത്യമാണെന്നും പിന്നീട് എനിക്ക് മനസ്സിലായി. അതോടെ പിന്നെ ഉണ്ടല്ലോ, പക്ഷേ അപ്പോഴേക്കും എല്ലാം എൻ്റെ കൈവിട്ട് പോയിരുന്നു. അതോടെയാ പറ്റിപ്പോയത്. ഇപ്പം ഞാൻ പറഞ്ഞ കള്ളത്തരവേ എനിക്ക് തന്നെ വിനയായിട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ഏട്ടാ, എങ്ങനെയെങ്കിലും ഈ കാര്യം ശങ്കരേട്ടൻ തന്നെ നമ്മുടെ അച്ഛനെ സമാധാനത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനോ? ഈ ശങ്കർ മഹാദേവനോ? അതെ, ഏട്ടൻ തന്നെ. എൻ്റെ പൊന്നോ, അല്ലാതെ വേറെ ആർക്കും നമ്മുടെ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഗൗരി, ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇവളെന്താ ഈ പറയുന്നത്? ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കേൾക്കും. പക്ഷേങ്കിൽ അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ആരെങ്കിലും പറയുന്നത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് ശങ്കർ പറയുന്നത് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയെ സപ്പോർട്ട് ചെയ്തു. ഏട്ടാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ. ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അയ്യോ, നോക്കാമെന്ന് പറഞ്ഞാൽ പോരാ, ഏട്ടൻ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. അതെ, ശങ്കർബായിയുടെ വാക്ക് എനിക്ക് വിശ്വാസമാണ്. വേണിമോളെ, നീ ഏട്ടൻ്റെ വീക്ക്നെസ്സിൽ കയറി തന്നെ പിടിച്ചൂലേ എന്ന് ചോദിച്ചു ശങ്കർ. ശരി, ഗൗരി പറഞ്ഞതുപോലെ നിൻ്റെ കൂടെ ഈ കാര്യത്തിൽ ധാർമ്മികമായിട്ട് നിൽക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് എന്താണെങ്കിലും ഉണ്ട്. കാരണം ഈ പണി തന്നെയല്ലേ ഞാനും കാണിച്ചത്. നമ്മുടെ ബന്ധുക്കളൊക്കെ ഇനി എന്തിട്ടാ പറയാന്നറിയോ? ഏട്ടനും അനിയത്തിക്കും ഇത് തന്നെ പണി, കള്ളഗർഭം. അങ്ങനൊരു ചീത്തപ്പേര് നമുക്ക് വരൂ കേട്ടോ. എന്താ ചെയ്യുക? എന്നാലും സാരമില്ല. എന്താ ഇത് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണ കാര്യം ഞാൻ ഏറ്റു കേട്ടോ. അപ്പോൾ ഒരാശ്വാസമായി. ഈ ശങ്കർബായി ഏറ്റുന്നേ, ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ ഇവർക്കൊരു സമാധാനം സന്തോഷമൊക്കെ ആയി. വേണിമോക്ക് അളിയൻസിനും ഇപ്പം സമാധാനം സന്തോഷമായില്ലേ എന്ന് പറഞ്ഞു. നമ്മുടെ അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാട്ടോ, നീ ധൈര്യമായിട്ടിരിക്കുക. ഗൗരിയെ, നിന്നെ ഞാൻ വക്കീലിനെ പഠിപ്പിക്കാൻ വിടാനായിട്ട് എന്താണേലും തീരുമാനിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇന്ന് ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു.
പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. അപ്പം മഹാദേവൻ ഇതേ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചില മാറ്റങ്ങളൊക്കെ വലിയ താമസങ്ങളില്ലാതെ നടക്കൂട്ടോ എന്ന് പറഞ്ഞു. എന്താ എന്നിങ്ങനെ അമ്മ ചോദിക്കുക. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ മുത്തശ്ശി. അപ്പം മഹാദേവൻ പോയിട്ട്, അല്ല അമ്മയുടെ ഭാഷയെ എനിക്ക് കുറേശ്ശെയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അമ്മേ. പരീക്ഷിച്ചിട്ട് കാര്യം, അമ്മ ഒന്ന് സംസാരിച്ചേ, എന്തൊക്കെ എനിക്ക് മനസ്സിലാവുന്നതെന്നൊന്ന് നോക്കാമല്ലോ. എന്താ സംസാരിക്കുക, എന്ത് മിണ്ടാനാന്നല്ലേ അമ്മ ഇപ്പം ചോദിച്ചത്? ആ, എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം അതുകൊണ്ട് വേഗം തന്നെ ശങ്കറും ഗൗരിയും കൂടെ പതിയെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. സ്ട്രെയിറ്റ് അങ്ങ് പോയിട്ട് നമ്മുടെ അച്ഛനോട് ഒറ്റ ഡയലോഗാ, അച്ഛാ നമ്മുടെ വേനിമോള് പ്രഗ്നൻ്റ് അല്ലട്ടാ എന്ന്. അതെ. അപ്പം ഗൗരി പറയാണ്, അയ്യോ പെട്ടെന്നങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്തുട്ടാ, സത്യം അങ്ങോട്ട് വെട്ടിത്തുറന്ന് പറയണം, മനസ്സിലായോ? എന്നാലും ഇല്ല, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ശംഖു ഇറങ്ങി. എന്നിട്ട് വീണ്ടും തിരിച്ചു കയറുക. എന്തേ വെട്ടിത്തുറന്ന് പറയുന്നില്ലേ? അല്ല ഗൗരിയെ, നമ്മളൊരു കാര്യം അതിൻ്റെ നയത്തിലും തഞ്ചത്തിലും വേണ്ടേ പറയാനായിട്ട്? ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളോട്? അപ്പോൾ അച്ഛനും അമ്മയും സംസാരിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ പറയാം, അച്ഛാ പച്ചൻ നമ്മളെ വേണിമോളോട് ക്ഷമിക്കണം, അവൾക്കൊരബദ്ധം പറ്റി, ഇത് ഓക്കെ അല്ലേ? നീ എന്താടി ഒന്നും പറയണ്ടേ ഗൗരിയെ? ഞാൻ പറയുന്നത് പോലെ ശങ്കർ അവിടെ ചെന്ന് പറയുമോ എന്ന് ചോദിച്ചു. ആ നോക്കട്ടെ, നീ എന്താണേലും പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ ആദ്യം. അപ്പോൾ എന്താ പറയണേ വേണമെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ വേഗം ഗൗരി പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛാ ആദ്യം ശങ്കർ അച്ഛനോട് ഇങ്ങനെ ചോദിക്കണം, അച്ഛൻ്റെ കുട്ടി ശങ്കരൻ എന്താവശ്യപ്പെട്ടാലും അച്ഛൻ നടത്തി തരുമോന്ന്. എന്നിട്ട് അപ്പം അച്ഛൻ നടത്തി തരും എന്ന് പറയും. അപ്പം ശംഖു പറയണം, എനിക്ക് വേണ്ടി അച്ഛൻ ഒരാളോട് ക്ഷമിക്കണം എന്ന് പറയണം. അച്ഛൻ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രം വേണിയുടെ കാര്യം പറയണം, അല്ലെങ്കിൽ മിണ്ടരുത്, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ അല്ലേ? ഇപ്പം ഞാൻ ശരിയാക്കി തരാട്ടോ. കോളാക്കോ ശംഖു. എൻ്റെ ഗൗരിയെ, കാര്യങ്ങൾ തന്ത്രപരമായി ഡീൽ ചെയ്യാൻ ഈ ശങ്കറിൻ്റെ കഴിവുണ്ടല്ലോ, ആ കഴിവെന്ത് മോള് കണ്ടട്ടോ, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ശങ്കർ പോവാണ്. അതെ, ഒരു ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറയടി. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു ഗൗരി. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വീണ്ടും ശങ്കർ പോവാണ്. മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതെന്ത് ചിരിയാ? എടാ കുട്ടിശങ്കര, ഞാനേ അമ്മയുടെ ആങ്ങയുടെ ഭാഷയൊക്കെ കുറേ പഠിച്ചു വിട്ടോ കുട്ടിശങ്കര. അച്ഛാ അതെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛനോട് സംസാരിക്കാനുണ്ടായിരുന്നു. എടാ മോനെ കുട്ടിശങ്കര, നമ്മുടെ വേണിയുടെ ഉണ്ണി വന്നു കഴിയുമ്പോഴേ അവന് ഏറ്റവും വലിയ കൂട്ടുകാരാന്നറിയാൻ പറ്റുമോ? ഇല്ല, ദേ ഇരിക്കണ അമ്മയാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അല്ല, അച്ഛൻ ഉണ്ണി തന്നെയാണെന്ന് ഉറപ്പിച്ചോ? അത് ഉണ്ണി തന്നെയാടാ, അത് ഉറപ്പിച്ചു. ആ ഉണ്ണിക്കിടാനേ ഞാനൊരു കിടുക്കാച്ചി പേര് വരെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ അച്ഛാ, ഞാൻ പറയുന്ന കാര്യം അച്ഛനൊന്ന് സമാധാനമായിട്ട് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശംഖു വേഗം തന്നെ അച്ഛനോട് ഇങ്ങനെ അവതരിപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.